ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. കുറ്റിപ്പുറം യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് 4ാമത്തെ ട്രിപ്പാണ് കേട്ടോ ഇത്. എൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പും ഈ നാട്ടിലേത് കേട്ടോ. എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്ക്മാംഗ്ലൂർ അതുപോലെ മൈസൂരുമാണ് നമ്മൾ പോകുന്നത്. 2 ദിവസത്തെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അവിടെയുള്ള എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താ പറയുക എല്ലാം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളുടെ വീട്ടിലിത് എല്ലാ ഇതും പാക്ക് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ്. ബാക്ക് പാക്കിങ് അതൊരു വലിയ ടാസ്ക്കാണ്. എവിടെയെങ്കിലും നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഇപ്പം ധൻഷു ബേബിക്കായാലും എല്ലാം നമ്മൾ എടുത്തിട്ടാണ് പോകുന്നത്. മെഡിസിൻസ്, കാര്യങ്ങൾ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് എല്ലാം നമ്മൾ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതെല്ലാം ഞാൻ വലിച്ചു വാരി ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ മടക്കി സെറ്റാക്കി ബാഗിൽ വെക്കണം. അപ്പോൾ ഈ ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10-ാം തീയതി, ജനുവരി 10-ാം തീയതി 10:30 ആണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലിടക്ക് നമ്മൾ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊന്ന് വിഷ് ചെയ്യണം കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞു എങ്കിലും ഒന്ന് കാണുന്നവർ വിഷ് ചെയ്യാം. അപ്പോൾ അതിനുള്ള കേക്ക് നമ്മൾ മുറിച്ചിട്ടാണ് നമ്മളെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് പോകുന്നത് വെച്ചാൽ ഞാനും ഹസ്ബൻഡും മകനും പിന്നെ എൻ്റെ അനിയനുമാണ് കേട്ടോ. അമ്മ ഇപ്രാവശ്യം വരുന്നില്ല. അമ്മ എല്ലാ കൊല്ലം വരുന്നതാണ്. അമ്മയ്ക്ക് ചെറിയൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് അമ്മ ഇപ്രാവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് റെഡി ആയിട്ട് ഓരോ ആൾക്കാരായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവഴിയാണ് ബസ്സിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. ഈ ഒരു പ്രൈവറ്റ് ബസ്സിലേക്ക് ബസ് വരാത്തത് കൊണ്ട് തന്നെ മെയിൻ റോഡിലാണ് ബസ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നടന്ന് പോയിട്ടാണ് ബസ് കയറേണ്ടത്. കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ബസ്സിലൊക്കെ ഇരുന്ന് സീറ്റൊക്കെ അതാത് സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ആൾക്കാരായിട്ട് എത്തിത്തുടങ്ങുന്നതാണ്. ഈ ഒരു ട്രിപ്പിൽ അറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ അവരെയൊക്കെ വഴിയെ പരിചയപ്പെടാം. ഒരു ട്രിപ്പ് പോയി വരുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും നല്ല കമ്പനി ആവാറുണ്ട്. അപ്പോൾ ഇത് ധൻഷു ബേബി, ആകാശൊക്കെ ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ബസ് മൂവിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ തന്നെ എല്ലാവരും ഡാൻസ് പരിപാടിയാണ്. അപ്പോൾ അന്ന് രാത്രി 10:30 പുറപ്പെട്ട നമ്മൾ പിറ്റേന്ന് രാവിലെ പുലർച്ചെ 5 മണിക്കാണ് നമ്മൾ റൂമിലേക്ക് എത്തിയത്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി എടുത്ത റൂമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും സെറ്റായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ധൻഷു ബേബി ഉറക്കത്തിൽ നിന്നൊക്കെ കുത്തിപ്പിടിച്ച് എണീപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊള്ളായിരുന്നു. ആകെ ഒരു ടെൻഷൻ, ധൻഷു ഒരു വക കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കാൻ പോയില്ല, കാരണം നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മളെ അടിപൊളി ജേണി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ചിക്ക്മംഗ്ലൂർ ജീപ്പ് ട്രക്കിംഗ് ആൻഡ് സൈറ്റ് സീയിങ് ആണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഫുള്ളായിട്ട്. അപ്പോൾ അതാണ് ഇനിയുള്ള വിശേഷങ്ങൾ കാണാൻ. നല്ല അടിപൊളി വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് സിറി സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ഒരു സ്റ്റാച്യു തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റാച്യു കാണാനായിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് സീ ചെയ്യാനൊന്നുമില്ല. ഈ ഒരു സ്റ്റാച്യു നന്നായിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് ഗാർഡനൊക്കെ ഒരുക്കി നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഭയങ്കരമായിട്ട് അങ്ങനെ നടന്ന് കാണാനായിട്ടുള്ളതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. എങ്കിൽ ഈ ഒരു സ്റ്റാച്യു നല്ല അടിപൊളിയായിട്ട് ഉണ്ട് കാണാൻ വേണ്ടി. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതാ ചെറിയ ഇതുപോലെ ഇങ്ങനെ ഓരോരോ ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ധൻഷു ബേബി അങ്ങോട്ടേക്കാണ് പോയത്. അവന് വേറെ ഒന്നും കാണുന്നില്ല. അവന് പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ അവനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിക്ക്. അപ്പോൾ കുറേ പേര് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഫോട്ടോ വീഡിയോസൊക്കെ. ഇതാണ് നമ്മളെ ദൊറോത്തി മദാമ. ഇത് ദൊറോത്തി മദാമേൻ്റെ ചായപ്പീടിയ. ഇവിടെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി കാണാമല്ലേ. ചിക്ക്മംഗ്ലൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ വഴിയെ കാണാം കേട്ടോ. എല്ലാം വീഡിയോ എടുത്തിട്ട് പകർത്തുന്നതായിരിക്കും. നമ്മൾ രാവിലെ നമ്മുടെ റൂമിൽ നിന്ന് ഒരു 8 മണിയോടെ പുറപ്പെട്ടാണ്. ഈ സമയമാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഏകദേശം സമയം 10:30, 2 മണിക്കൂറുള്ള ഓട്ടമുണ്ട്. അവിടുന്ന് നമ്മൾ ബസ് അവിടെ വെച്ചിട്ട് ജീപ്പിനാണ്. ഇനി ഫുൾ ഡേ ജീപ്പാണ്. ഫസ്റ്റ് വരുന്ന സ്ഥലമാണിത്. നോക്കാം. നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രകൃതിയിൽ ഈ ഒരു സ്റ്റാച്യു അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് പ്രത്യേക ഒരു ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് മറ്റൊരു കാര്യം ഞാനിവിടെ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, ഇവിടെ ഇത് നമ്മുടെ കുരുമുളക് കൃഷിയും കൂടി ഉണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. എന്തായാലും കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒരു കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതൊക്കെ. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ചെറിയൊരു കർഷകൻ കുടുംബത്തിലൊക്കെ ജനിച്ച ആൾക്കാരാകുമ്പം അതിനോടൊക്കെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ധൻഷു ബേബിനെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയൊക്കെ വീഡിയോ എടുത്ത് ആ ഒരു സമയത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ് ഇതുവഴി ഇങ്ങനെ വെറുതെ നടക്കാനും ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഒരു രസം തോന്നിയിട്ടുണ്ട്. നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാ തിരിച്ച് പോവുകയാണ് കേട്ടോ. അവിടുത്തെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സംസാരിച്ച ടോണി ചേട്ടനാണ് നമ്മുടെ ടൂർ ഗൈഡ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഊഞ്ഞാലൊക്കെ ആസ്വദിച്ചാടുന്നുണ്ട്. ധൻഷു ബേബി ജനിച്ചിട്ട് അവൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടിയും അതോടൊപ്പം തന്നെ നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം പേടിയെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഈ ഒരു ക്ലൈമറ്റ് നല്ല തണുപ്പ് ക്ലൈമറ്റിലൊക്കെ അവൻ ഫസ്റ്റ് ടൈമാണ്. അവനെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ ഇതാ അരയണ്ണൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും നമ്മൾ ട്രെക്കിംഗ് ആരംഭിച്ചു. ഹലോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലേസിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മുല്ലിയാനഗിരി പീക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കർണാടകയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മുല്ലിയാനഗിരി. ചിക്കമംഗ്ലൂരു താലൂക്കിലെ പശ്ചിമഘട്ടത്തിലെ ചന്ദ്രദ്രോണ മലനിരകളിലാണ് മുല്ലിയാനഗിരി സ്ഥിതി ചെയ്യുന്നത്. ഇത് കർണാടകയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും പശ്ചിമഘട്ടത്തിലെ 23ാമത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് കേട്ടോ. മുല്ലിയാനഗിരിയുടെ കൊടുമുടിയിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു ക്ഷേത്രം നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മേലെ ടോപ്പിൽ നമ്മൾ എത്തുന്നത് കേട്ടോ. ഹിൽ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നല്ല പോലെ കോടമഞ്ഞൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് വലുതായിട്ട് കോടയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിൻ്റേതായ ഒരു ചെറിയ അപാകതകൾ നമുക്ക് തോന്നി. എല്ലാ ക്ലൈമറ്റും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. എങ്കിലും ഇവിടം വഴി ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. വർത്താനൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലേസ് ജസ്റ്റ് ഒന്ന് നമ്മൾ കാല് വഴുതി കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴാൻ അത്രയും ഡേഞ്ചറാണ്. അത്രയും കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ ആ ഒരു വഴിയൊക്കെ ഞാൻ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ.
അപ്പോൾ നമ്മളിത് നടന്ന് ഓരോരോ ലെവലിൽ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടത്തേക്കാണ് നമുക്ക് നടന്ന് കയറേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ കാലൊക്കെ നന്നായിട്ട് വേദനിക്കണമായിരുന്നു, കാരണം ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ടോപ്പിലെത്താൻ വേണ്ടി. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കഴിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനങ്ങളിലൊന്നായിരിക്കുമല്ലോ ഈ മാംഗോ തുടങ്ങിയ ഐറ്റംസൊക്കെ. എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഞാനിത് ഒരുപാട് വട്ടം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യാനുരാഗത്തിൻ ആവണി പൊയ്കയിൽ ആവണി തെന്നലായവരലഞ്ഞു. അവരുടെ സ്നേഹം മോഹന സന്ധ്യയിൽ മോഹസിന്ദൂരം ചാർത്തി നിന്നു. രാസയാമങ്ങൾ തൻ സാന്ദ്രനിമിഷങ്ങളിൽ സ്വരരാഗലയരാവിൻ സ്വയംവരമായി. ഗൈസ്, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സോങ് ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് ഷെറിനാണ് നമുക്ക് വേണ്ടി പാടിത്തന്നത്. അവൻ നല്ല അടിപൊളി ഒരു ഗായകനാണ് കേട്ടോ. ആൽബം സോങ്സിലൊക്കെ അവൻ പാട്ട് പാടാറുണ്ട്. അപ്പം സാധാരണ പുറത്തുനിന്നുള്ള മ്യൂസിക്കൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ ക്ലെയിമോ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുക്കാൻ നിന്നില്ല. പെട്ടെന്നാണ് അവന് ഓർമ്മ വന്നത്. അവനോട് ചോദിച്ചപ്പോൾ അവനപ്പം തന്നെ സെറ്റാക്കി തരുകയും ചെയ്തു കേട്ടോ. എ ബിഗ് താങ്ക്സ് ടു ഷെറിൻ. അപ്പോൾ ഈ ഒരു ഇത് കയറി വരുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിക്ക് ടയേർഡാവും കേട്ടോ. കാലൊക്കെ നല്ല പോലെ വേദനിക്കും. അതുകൊണ്ട് തന്നെ കൂടെ വന്നവരൊക്കെ അത്യാവശ്യം വിശ്രമിച്ച് കുറച്ച് സമയം ഇരുന്ന് വിശ്രമിച്ചൊക്കെയാണ് ഇത് കയറുന്നുണ്ടായത്. അപ്പോൾ ഇത് കുറച്ച് മേലോട്ടേക്ക് എത്തിയപ്പോൾ ഇവിടെ ഇതാ മങ്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആൾക്കാരുടെ ഇടയിൽ ഇതിന് വലിയ പേടി കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ ജസ്റ്റ് ഒരു കൗതുകം, അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാവരും അതിനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറുമ്പം ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ ചില സ്ഥലത്തൊക്കെ നമ്മൾ നടക്കേണ്ടതുണ്ട്. കാരണം ഒന്ന് കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മുടെ അവിടെ കയറണമെങ്കിൽ നമുക്ക് ചെരുപ്പ് ഊരി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാവരും ചെരുപ്പൊക്കെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് കയറാൻ വേണ്ടി പോവാം. കാല് മണ്ണിറങ്ങുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം. ഇതിൻ്റെ ഉൾവശം നമുക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. ടൂർ പോയടത്തുനിന്ന് കൂടി ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന ഒരാളെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ആ ക്ഷേത്രത്തിൽ നമ്മൾ കയറുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എത്ര കയറിയതോ അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങണം.
ധൻഷു ബേബീൻ്റെ സ്ലോ മോഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു തോന്നുന്നു. നമ്മളിന്ന് എടുക്കാനൊന്നും വിടുന്നുണ്ടായിരുന്നില്ല. ഫുൾ ടൈം അച്ചുവിൻ്റെ കൂടെ, അതെൻ്റെ കസിനാണ്, അക്ഷയ് എന്നാണ് പേര് കേട്ടോ. അവൻ്റെ കൂടെ തന്നെയായിരുന്നു ആൾ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ആരായാലും അവർക്കൊരു ബിഗ് താങ്ക്സ്. അഥവാ ആ ഷൂട്ട് ചെയ്ത ആൾ എൻ്റെ ഈ വീഡിയോ കാണണമെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് താഴത്തേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ജീപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മലനിരകളൊക്കെ ഇറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. ചോക്കോബാർ കഴിക്കുന്നുണ്ട്. എന്നെ കഴിക്കുന്നൊക്കെ ഒന്നോ ചെയ്തിരുന്നത് പക്ഷെ ചെയ്ത് കണ്ടോ നിങ്ങൾ ഞെട്ടുന്നത്. പിന്നെ നമ്മൾ നേരെ അതിന് കുറച്ച് താഴത്തോട്ടായിട്ട് ഇതുപോലെ ഒരു ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വശത്ത്. കാരണം നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പായ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു പോണ്ടിൻ്റെ സൈഡിലൊക്കെ ചുറ്റിലൊക്കെ ആയിട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിപ്പ് ലൈനിൽ കയറേണ്ടവരൊക്കെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? അറിയുന്നുള്ളവർ തീർച്ചയായും പറയുക, അല്ലാത്തവരൊന്ന് ഗസ്സെങ്കിലും ചെയ്യാം കേട്ടോ. എനിക്കറിയാം. സിപ്പ് കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് നീലാംബരി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു കുട്ടിയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ അതാ ഇവിടെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ജസ്റ്റ് ഒന്ന് അതിലിരുന്ന് ആടാമെന്ന് കരുതി കേട്ടോ. ധൻഷു ബേബീനെ പിന്നെ ഒരിടത്ത് അടങ്ങി നിൽക്കുന്നേ ഉണ്ടായിട്ടില്ല. അവൻ ഫുൾ ഓട്ടാണ് കേട്ടോ. സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ടാണല്ലോ, അവൻ്റെ ഫസ്റ്റത്തെ ടൂറായതുകൊണ്ട് തന്നെ അവന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടായത് പുള്ളി. അടുത്തത് നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. കർണാടകയിൽ ചിക്കമംഗ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഹൊന്നമണ്ണഹല്ല വെള്ളച്ചാട്ടം എന്നാണ്. നിബിഡ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം കർണാടകയിലെ അത്ര അറിയപ്പെടാത്ത പ്രകൃതി സൗന്ദര്യങ്ങളിൽ ഒന്നാണ്. ഏകദേശം 30 അടിയോളം ഉയരമുണ്ട്. ഒരിക്കലും വറ്റാത്ത മാണിക്യധാര എന്നും ഈ വെള്ളച്ചാട്ടത്തെ അറിയപ്പെടുന്നു. അതായത് മുത്തുപോലെ സൗമ്യമായത്. കാരണം ഇവിടെ വെള്ളം ഒരു മുത്തുതുള്ളി പോലെ മൃദുവായി വീഴുന്നു. വെള്ളച്ചാട്ടത്തിന് മാണിക്യധാര എന്ന പേര് ലഭിച്ചത് സന്യാസി മാണിക്യധാരയുടെ പേരിൽ നിന്നാണെന്ന് ഐതിഹ്യം പറയുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരിക്കലും വറ്റി വരണ്ടിട്ടില്ല എന്നതാണ്. വർഷത്തിൽ ഏത് സീസണിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാമെന്നുള്ളത് ഈ ഒരു പ്രകൃതിയെ മനോഹരമാക്കുന്ന ഒന്നാണ്. ധൻഷു ഞാൻ മെയിനായിട്ട് വീഴലായിരുന്നു കേട്ടോ. ഞാൻ 2 വട്ടം വീണെങ്കിൽ ധൻഷു ഒരു 3-4 വട്ടമെങ്കിലും വീണിട്ടുണ്ടാവും. അവൻ ഫുള്ള് എന്താ പറയുക പൊടി മണ്ണിലേക്കൊക്കെ വീണിട്ട് കല്ല് പണിക്ക് പോയ ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നു കേട്ടോ. അത്രയും വഴുക്കായിട്ടുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആവോളം ആസ്വദിച്ചതിന് ശേഷം നേരെ വിട്ടത് ഒരു ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അത്ര അധികം ആരും അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് സെറ്റ് പോയിന്റിലേക്കാണ്. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു കൺക്ലൂഷൻ എന്ന രീതിക്ക് നമ്മൾ അവിടെയാണ് ലാസ്റ്റ് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സൂര്യാസ്തമയം അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു അവിടെ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതുമാത്രമല്ല നമ്മൾ ഇത്രയും ഹിൽ ടോപ്പിലൊക്കെ നമ്മൾ സഞ്ചരിച്ചെങ്കിലും അവിടെ ഒന്നും അനുഭവപ്പെടാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഫീലിംഗ് ആണ് കേട്ടോ. എല്ലാവരും അത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വൈകുന്നേരം ആയത് ആ സൂര്യാസ്തമയത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തണുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മലനിരകളൊക്കെ ഒന്നുകൂടി മനോഹരമാക്കുന്നത് അവിടുത്തെ തണുപ്പും
അവിടെ വീശുന്ന ശാന്തമായ കാറ്റും അതിലേറെ നമ്മുടെ സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആകുമ്പം അത് പ്രത്യേക ഒരു രസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തുമാണ് നല്ല അടിപൊളി ടൈമിംഗ് എന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. നല്ല ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടുന്നത്. മറ്റെവിടെ പോയപ്പോഴും കിട്ടാത്തൊരു വൈബ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചധികം സമയം നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് സപ്തമി, നമ്മൾ കുക്കു എന്നാണ് വിളിക്കാറ്. ഷൈജു ഏട്ടൻ്റെ മോളാണ് കേട്ടോ. ഷൈജു ഏട്ടനെ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ടോപ്പിൽ നിന്നുകൊണ്ട് തന്നെ ചുറ്റിലൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ പ്രകൃതിക്ക് അത്രയേറെ സൗന്ദര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കുറേയധികം ഫോട്ടോസ്, വീഡിയോസ്, റീൽ ഒക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. നല്ലൊരു മെമ്മറിയാണ് കേട്ടോ ഇവിടുത്തത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറേ ഇങ്ങോട്ടൊക്കെ എത്തിയപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ പർച്ചേസ് കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ജീപ്പിൽ നിന്ന് നേരെ നമ്മളിത് കുറേ ദൂരം പിന്നെയും സഞ്ചരിച്ചതിന് ശേഷം ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് എത്താൻ വേണ്ടി അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമൊക്കെ അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. അതിന് മുന്നേ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടി നമ്മൾ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം ഞാനും ധനുഷും കൂടി ഇവിടെ കൊള്ളി ചിപ്സ് ആണ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെയും ധനുഷിന് ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ നല്ല രീതിക്ക് വിശക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് പോവാണ്. ഇന്നത്തെ നൈറ്റത്തെ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, നമ്മള് അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ റെഡിയായി 5:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി നിൽക്കാൻ വേണ്ടി ടൂർ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാളെ നമുക്ക് മൈസൂരേക്കാണ് ട്രിപ്പ്. അപ്പോൾ ഇവിടുന്ന് അവിടത്തേക്ക് നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എല്ലാവരോടും റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ കുറച്ച് വിശേഷങ്ങൾ, അതായത് ഫോട്ടോസൊക്കെയാണ് ഞാനിപ്പം നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാട്ടോ. ഞാനിത് എന്താണ് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ യൂട്യൂബ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ഫോട്ടോസും, എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫോട്ടോസും ഞാനിതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ യാത്രയിലും നമുക്ക് ഓരോ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അത്തരത്തിലുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മൾ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.